സ്നേഹബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വേദനയാണ് അവഗണന. നമ്മൾ ഒരു വ്യക്തിക്ക് നൽകുന്ന അമിതമായ പരിഗണനയും സ്നേഹവും പലപ്പോഴും തിരിച്ചു കിട്ടാതെ വരുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ തകർക്കാറുണ്ട്. ഞാൻ എപ്പോൾ വിളിച്ചാലും അവൻ അല്ലെങ്കിൽ അവൾ ഉണ്ടാകും, എന്തു പറഞ്ഞാലും സഹിക്കും എന്ന ഉറപ്പാണ് മറ്റുള്ളവർക്ക് നമ്മളെ നിസ്സാരമായി കാണാൻ പ്രേരണ നൽകുന്നത്. ഒരാൾക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ അവർക്ക് ക്ലാസ് എടുക്കുകയോ അവരോട് വഴക്കിടുകയോ അല്ല വേണ്ടത്. മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിലും സമീപനത്തിലും ചില മനഃശാസ്ത്രപരമായ മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. മനുഷ്യർ എപ്പോഴും കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെയാണ് കൂടുതൽ മൂല്യമുള്ളതായി കാണുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാത്ത എപ്പോഴും ലഭ്യമായ ഒരു വസ്തുവായി മാറുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കും സാന്നിധ്യത്തിനും സ്വാഭാവികമായി വില കുറയുന്നു. ഒരാൾക്ക് നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ നിങ്ങളുടെ അഭാവം എപ്പോൾ അനുഭവപ്പെടുന്നുവോ അപ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളുടെ യഥാർത്ഥ വില മനസ്സിലാവുക. അവഗണനയെ സ്നേഹം കൊണ്ട് ഇരന്നു വാങ്ങുന്നതിനു പകരം സ്വന്തം അന്തസ്സിൽ ഊന്നിയുള്ള പെരുമാറ്റ രീതികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാൾക്ക് നിങ്ങളുടെ മൂല്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ 9 മനഃശാസ്ത്രപരമായ വഴികളെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ആരോഗ്യകരവും ബഹുമാനമുള്ളതുമാക്കി മാറ്റും. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ആ വ്യക്തിയാണെന്ന തോന്നൽ അവസാനിപ്പിക്കുക എന്നതാണ്. പലരും ചെയ്യുന്ന തെറ്റ് സ്വന്തം സന്തോഷവും സങ്കടവും പ്ലാനുകളും എല്ലാം ഒരാളെ മാത്രം മുൻനിർത്തി തയ്യാറാക്കുന്നു എന്നതാണ്. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ഒരാളിൽ മാത്രം ഒതുക്കി നിർത്തുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം അവിടെ പതുക്കെ ഇല്ലാതാകുന്നു. ഇതവരിൽ ഒരുതരം ആധിപത്യ മനോഭാവമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള മടുപ്പോ ഉണ്ടാകാൻ കാരണമാകും. പകരം നിങ്ങളുടെ ലോകത്തെ വിശാലമാക്കുക. നിങ്ങളുടെ പഴയ താല്പര്യങ്ങൾക്കും ഹോബികൾക്കും സമയം കണ്ടെത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനോ യാത്രകൾ ചെയ്യാനോ ശ്രമിക്കുക. നിങ്ങൾ സ്വയം തിരക്കിലാകുമ്പോൾ നിങ്ങൾ അവർക്ക് എപ്പോഴും ലഭ്യമായ ഒരാളല്ല എന്ന ശക്തമായ സന്ദേശം അത് നൽകുന്നു. നിങ്ങൾക്ക് സ്വന്തമായൊരു ലോകമുണ്ടെന്നും നിങ്ങളുടെ സന്തോഷം അവരിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും അവർ തിരിച്ചറിയട്ടെ. നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കാനും അവർ നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കാനും ഇത് സഹായിക്കും. മറ്റൊരാളുടെ നിഴലായി ജീവിക്കുന്നതിനേക്കാൾ സ്വന്തം പ്രകാശത്തിൽ തിളങ്ങുന്ന വ്യക്തിയെയാണ് ലോകം എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ഒന്നിച്ചു ചിലവഴിക്കുന്ന സമയത്തിന്റെ കാര്യത്തിലാണ്. ബന്ധങ്ങളിൽ സമയം ചിലവഴിക്കുന്നത് ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ മാത്രം അതിനായി നിരന്തരം പരിശ്രമിക്കുകയും യാചിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അല്പം മാറി നിൽക്കാൻ സമയമായി. സ്നേഹം പ്രകടിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അല്പം അകലം പാലിക്കുന്നതും. നിങ്ങൾ എപ്പോഴും ഒപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ മാധുര്യം അവർക്കൊരിക്കലും അനുഭവപ്പെടുകയില്ല. ഒരു മധുരം എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നാൽ അതിന്റെ രുചി അറിയാത്തതുപോലെയാണിത്. അവർ ആവശ്യപ്പെടുമ്പോൾ മാത്രം ഓടിയെത്താതെ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുക. നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ സാന്നിധ്യമില്ലാത്തപ്പോൾ അവർക്ക് എന്തു തോന്നുന്നു എന്നത് അവരുടെ സ്നേഹം അളക്കാനുള്ള മാനദണ്ഡമാണ്. അവർ നിങ്ങളെ മിസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുക. ഈ വിടവ് അവരെ നിങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുവാനും നിങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളെ തേടി വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം അവരുടെ ഓരോ മെസ്സേജിനും കോളുകൾക്കും നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി നൽകുന്ന ശീലം മാറ്റുക എന്നതാണ്. സ്മാർട്ട് ഫോൺ യുഗത്തിൽ പലരും ചെയ്യുന്ന അബദ്ധമാണിത്. ഫോൺ കയ്യിലിരിക്കുന്നത് കൊണ്ട് മാത്രം ഉടൻ മറുപടി നൽകണമെന്നില്ല. നിങ്ങൾ എപ്പോഴും ഫ്രീ ആണെന്ന തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സമയത്തിന്റെ വില കുറയ്ക്കും. നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി എപ്പോഴും മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് അവർക്ക് തോന്നിയാൽ അവർ നിങ്ങളുടെ സമയത്തെ ബഹുമാനിക്കുകയില്ല. ജോലിയിലോ മറ്റു പ്രധാന കാര്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറുപടികൾക്ക് കൃത്യമായ സമയമെടുക്കുക. ഇത് നിങ്ങൾ ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തിയാണെന്നും നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണെന്നും അവരെ ഓർമ്മിപ്പിക്കും. എപ്പോഴും ലഭ്യമായ, എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ഒരാളെ ആരും വലിയ ഗൗരവത്തിൽ പരിഗണിക്കുകയില്ല. നിങ്ങളുടെ ലഭ്യത കുറയുമ്പോൾ നിങ്ങളുടെ മൂല്യം താനേ വർദ്ധിക്കും. നിങ്ങൾ തിരക്കിലാണെന്നത് അഭിനയമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മുൻഗണനകൾ മറ്റൊരാൾക്ക് വേണ്ടി എപ്പോഴും ബലി കഴിക്കരുത് എന്ന തിരിച്ചറിവാണ്. നാലാമതായി നിങ്ങളുടെ സന്തോഷത്തിന് മറ്റൊരാളുടെ സാന്നിധ്യം അത്യാവശ്യമല്ല എന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുക. അവരില്ലെങ്കിൽ നിങ്ങളുടെ ലോകം നിശ്ചലമായി പോകുമെന്നോ നിങ്ങൾ തകർന്നു പോകുമെന്നോ ഉള്ള ധാരണ അവർക്കുണ്ടെങ്കിൽ അത് മാറ്റുക. തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾ ഹാപ്പിയാണെന്നും
നിങ്ങളുടെ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ഭംഗിയായി നടക്കുന്നുണ്ടെന്നും അവർ മനസ്സിലാക്കട്ടെ. വൈകാരികമായി തകർന്നു പോകുമെന്ന് അവർ കരുതുന്ന സാഹചര്യങ്ങൾ പോലും ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് നിങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കും. സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം സന്തോഷം കണ്ടെത്താൻ അറിയുന്ന ഒരു വ്യക്തിയെ ആർക്കും അവഗണിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ഈ മാനസിക ദൃഢത അവരിൽ ഒരുതരം അത്ഭുതമുണ്ടാക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റൊരാളുടെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചുന്നവരെക്കാൾ സ്വയം സ്നേഹിക്കുന്നവരിലേക്കാണ് ആളുകൾ എപ്പോഴും ആകർഷിക്കപ്പെടുന്നത്. അഞ്ചാമത്തെ വഴി നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ ആദ്യം തിരിച്ചറിയുക എന്നതാണ്. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ബലികഴിച്ച് എല്ലാ കാര്യങ്ങൾക്കും സമ്മതം മൂളുന്നത് നിർത്തുക. മറ്റൊരാൾക്ക് നിങ്ങളോട് എങ്ങനെയും ആകാം എന്ന തോന്നൽ നൽകുന്നത് യെസ് പറയാനുള്ള നിങ്ങളുടെ അമിതമായ താല്പര്യമാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ മടി കൂടാതെ നോ പറയാൻ ശീലിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ കരുത്താണ്. ഇത് നിങ്ങളെ ഒരു ദുർബലനായ വ്യക്തിയായല്ല, മറിച്ച് വ്യക്തമായ നിലപാടുകളും അതിർവരമ്പുകളുമുള്ള ഒരാളായി അടയാളപ്പെടുത്തും. നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ നിശ്ചയിക്കുന്ന അതിർവരമ്പുകളാണിവ. നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ ബഹുമാനിക്കുകയില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളെയും സമയത്തെയും ബഹുമാനിക്കുന്ന വ്യക്തിയെ മാത്രമേ ലോകവും അംഗീകരിക്കൂ. അതിനാൽ നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്ന ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാവാതിരിക്കുക. ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ എല്ലാ പ്ലാനുകളും ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികളും തുറന്ന പുസ്തകം പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ വയ്ക്കാതിരിക്കുക എന്നതാണ്. ഒരാളെക്കുറിച്ചെല്ലാം കൃത്യമായി അറിയാമെങ്കിൽ അവരോടുള്ള താല്പര്യം പതുക്കെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അടുത്തതായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ചെറിയൊരു ആകാംക്ഷ എപ്പോഴും നൽകുക. നിങ്ങളുടെ ഓരോ വിജയങ്ങളും മാറ്റങ്ങളും അപ്രതീക്ഷിതമായി അവർക്ക് മുന്നിലെത്തട്ടെ. മനുഷ്യ സഹജമായ ജിജ്ഞാസ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു ചെറിയ നിഗൂഢത നിലനിർത്തുന്നത് നിങ്ങളിലുള്ള താല്പര്യം കെടാതെ സൂക്ഷിക്കാൻ സഹായിക്കും. എപ്പോഴും പ്രവചിക്കാൻ കഴിയാത്ത പുതിയ പുതിയ അറിവുകളും കഴിവുകളും പുറത്തെടുക്കുന്ന ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കുന്നത് ബന്ധങ്ങളിൽ നിങ്ങളുടെ ആകർഷണീയത നിലനിർത്താൻ സഹായിക്കും. നിങ്ങൾ ആരാണെന്ന് അവർക്ക് പൂർണ്ണമായും അറിയാം എന്ന തോന്നൽ ഉണ്ടാക്കാതെ എപ്പോഴും അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഏഴാമത്തെ പോയിന്റ്, നിങ്ങളുടെ കരിയറിലോ പഠനത്തിലോ ഒരു വലിയ ലക്ഷ്യം വെക്കുകയും അത് നേടിയെടുക്കാൻ കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. മറ്റൊരാളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഗുണം ചെയ്യും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുന്നത്. നിങ്ങൾ സ്വന്തം നിലയിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ഒരു ഉയർന്ന മൂല്യമുള്ള വ്യക്തിയായി മാറുന്നു. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുന്നത് തങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണെന്ന ബോധം മറ്റുള്ളവരിൽ താനേ ഉണ്ടാകും. നിങ്ങളുടെ വിജയം മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾക്കായി സംസാരിക്കാൻ അനുവദിക്കുക. നിങ്ങൾ മറ്റൊരാളുടെ പുറകെ പോകുന്നതിനു പകരം നിങ്ങളുടെ വളർച്ചയും വിജയവും കണ്ട് അവർ നിങ്ങളുടെ പുറകെ വരുന്ന സാഹചര്യം സൃഷ്ടിക്കുക. ലോകം എപ്പോഴും വിജയികളുടെ കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ അധ്വാനത്തേക്കാൾ മികച്ച മറ്റൊരു മാർഗമില്ല. എട്ടാമതായി, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരോട് വഴക്കിടുകയോ അവഗണിക്കുന്നു എന്ന് പരാതി പറയുകയോ ചെയ്യുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പരാതിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വൈകാരികമായ അടിമത്തമാണ് വെളിപ്പെടുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥ മറ്റൊരാളുടെ പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല എന്ന് അവർക്ക് തോന്നണം. അവർ മോശമായി പെരുമാറുമ്പോൾ കരഞ്ഞു വിളിക്കുന്നതിന് പകരം നിശബ്ദമായി നിങ്ങളുടെ ലോകത്തേക്ക് ഒതുങ്ങുകയോ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയോ ചെയ്യുക. വൈകാരികമായി നിങ്ങൾ അവരെ ഒട്ടും ആശ്രയിക്കുന്നില്ലെന്നും നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നും കാണുമ്പോൾ അവർ നിങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ തുടങ്ങും. നിങ്ങളെ വൈകാരികമായി നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവർ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകും. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ലോകത്തിൽ ഏറ്റവും കരുത്തൻ. ഒൻപതാമത്തെയും അവസാനത്തെയും കാര്യം ബന്ധങ്ങളിൽ തുല്യമായ പരിഗണനയും പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നതാണ്. ഇത് സ്നേഹത്തിന്റെ കണക്ക് പുസ്തകമല്ല, മറിച്ച് നിങ്ങളുടെ ആത്മഗൗരവത്തിന്റെ കാര്യമാണ്. ഒരു ബന്ധത്തിൽ നിങ്ങൾ മാത്രം സ്നേഹവും സമയവും പരിശ്രമവും നൽകിക്കൊണ്ടിരുന്നാൽ മറ്റേയാൾക്കത് അർഹതയില്ലാതെ ലഭിക്കുന്ന വിലയില്ലാത്ത ഒന്നായി തോന്നും. സ്നേഹവും ബഹുമാനവും തിരിച്ചു ലഭിക്കുന്നുണ്ടെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. ഒരു വശത്തു നിന്ന് മാത്രം ഊർജം ചിലവഴിക്കുന്ന ബന്ധം അധികകാലം നിലനിൽക്കുകയില്ല. നിങ്ങൾ നൽകുന്നത് കുറയ്ക്കുമ്പോൾ മാത്രമാണ് അതിന്റെ അഭാവം മറ്റേയാൾക്ക് മനസ്സിലാവുക. അവർ നിങ്ങൾക്ക് നൽകുന്ന അത്രയും പ്രാധാന്യം മാത്രം തിരിച്ചു നൽകാൻ ശീലിക്കുക. അർഹതയില്ലാത്തവർക്ക് അമിതമായി നൽകുന്ന സ്നേഹം നിങ്ങളുടെ വില കുറയ്ക്കുകയേ ഉള്ളൂ.
സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ മൂല്യം കാത്തു സൂക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 9 കാര്യങ്ങളും ഒരാളെ വേദനിപ്പിക്കാനോ അകറ്റാനോ ഉള്ളതല്ല, മറിച്ച് ഏതൊരു ബന്ധത്തിലും പരസ്പരം ഉണ്ടാവേണ്ട ആരോഗ്യകരമായ ഒരു ബഹുമാനം നിലനിർത്താനാണ്. നിങ്ങളെ നിങ്ങൾ തന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാത്തിടത്തോളം കാലം ഈ ലോകം നിങ്ങളെ ഒരിക്കലും ബഹുമാനിക്കുകയില്ല. നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർക്ക് മുന്നിൽ വാക്കുകളിലൂടെയല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും ഉറച്ച നിലപാടുകളിലൂടെയുമാണ് തെളിയിച്ചു കൊടുക്കേണ്ടത്. സ്വയം സ്നേഹിക്കാനും സ്വന്തം ജീവിതത്തിന് മുൻഗണന നൽകാനും പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ വ്യക്തിത്വം കൂടുതൽ കരുത്തുറ്റതാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.